ഓരോ സ്ഥലത്തും നമ്മള് 10-500 വർഷമൊക്കെ നമ്മുടെ കുടുംബം താമസിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ കുംഭമേളയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇന്ത്യക്ക് ഒരു ഭയങ്കര പബ്ലിസിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്, പോസിറ്റീവ് പബ്ലിസിറ്റി. പിന്നെ അതുകൂടാണ്ട് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, ഏത് തരത്തിലുള്ള മതത്തിലുള്ള ആൾക്കാരായാലും ഈ റവന്യൂ കൊണ്ട് അവർക്കും നല്ലതാണ് ഉണ്ടാവുന്നത്. ഇത് ഓർഗനൈസ് ചെയ്ത് ഇന്ത്യ ഗവൺമെന്റും UP ഗവൺമെന്റും നോടും വളരെ താങ്ക്സ്. ബിക്കോസ് ഇത്രയ്ക്കും വലിയൊരു സംരംഭം അറേഞ്ച് ചെയ്യാന്ന് ചെറിയ കാര്യമല്ലല്ലോ. മാത്രമല്ല ഞങ്ങൾ കണ്ടു ടോയ്ലറ്റ്സ് ഒക്കെ, ബയോ ടോയ്ലറ്റ്സ് ആണ്. അവിടെ ഒന്നും ഒരു മണോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമസ്കാരം. തത്വമയുടെ പ്രത്യേക കൂടിക്കാഴ്ച പരിപാടിയാണ് ഇത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തത്വമയി അവതരിപ്പിക്കുന്ന കൂടിക്കാഴ്ചകളിൽ നമ്മുടെ കുംഭമേള, പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ പങ്കെടുത്ത ഒട്ടനവധി പേർ പങ്കെടുത്തു. അവിടുത്തെ അനുഭവം, അവിടെ പോയി കണ്ട കാഴ്ചകളൊക്കെ അവർ വിവരിക്കുകയുണ്ടായി. ഇന്ന് ഈ ഒരു സ്പെഷ്യൽ കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് കൊഹലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയിലെ മെമ്പറും അതുപോലെ പ്രവാസി മലയാളിയുമായ, അമേരിക്കൻ മലയാളിയുമായ സുധാ ജഗന്നാഥൻ. ശ്രീമതി സുധാ ജഗന്നാഥനാണ്. തത്വമയുടെ ഒരു കുടുംബാംഗമാണ് സുധാ ജഗന്നാഥൻ. ഒരുപാട് പ്രാവശ്യം തത്വമയിൽ എത്തിയിട്ടുണ്ട്, നിരവധി കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസവും തത്വമയുമായി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും കുംഭമേളയിൽ പങ്കെടുത്ത അനുഭവങ്ങളുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ സുധാ ജഗന്നാഥൻ, സ്വാഗതം. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അതെ. ആദ്യമായി ഈ കുംഭമേള കണ്ട ഒരു അനുഭവം, അത് ഒരു ഒറ്റ വാക്കിൽ എന്ത് പറയാൻ പറ്റും? നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവാം. എങ്കിലും അമേരിക്കയിൽ നിന്ന് ഇതിനു വേണ്ടിയല്ലേ ഇവിടെ വന്നത്? ഇപ്പോ ഈ ഒരു പ്രാവശ്യം ഇതിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ? അപ്പൊ ഇവിടെ വന്ന് നമ്മുടെ ഭാരത മണ്ണിൽ ഇങ്ങനെ ഒരു വലിയ മേള കാണുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമമാണ്, അപ്പൊ അത് കണ്ടപ്പോഴുള്ള ഒരു ഫീലിംഗ് എന്താണ്? അതുണ്ടല്ലോ, നമ്മുടെ കുംഭമേളയിൽ കണ്ടത് നമ്മുടെ ഭാരതത്തിന്റെ ഹാർട്ട് ആൻഡ് സോൾ ആണ് കണ്ടത് അവിടെ. അതും സാധാരണ ആൾക്കാര്. അപ്പൊ അതില് ഒരു ചെറിയ കണിയായിട്ട് ചേരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. മാത്രമല്ല, അതിനു മുമ്പ് ഞാൻ കുറെ പ്രസംഗങ്ങൾ കേട്ടുന്നു, ഇങ്ങനെ സ്വാമി ആനന്ദവനത്തിന്റെയൊക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞു മലയാളികളാണ് ഏറ്റവും കുറവ് വരിക. അപ്പൊ ഞാൻ അവിടെ പുറത്തിരുന്ന് ഞാൻ ആലോചിച്ചു, അയ്യോ ഞാനൊരു മലയാളിയാണ്, അപ്പൊ ഞാനും ചെല്ലണം. ഞാൻ ഒരു മലയാളിയായിട്ടെങ്കിലും ഞാൻ ചെല്ലണം. അവിടെയുള്ള 100 മലയാളികളാ വരുന്നെങ്കിൽ ഞാനൊരു മലയാളിയായിട്ട് വരട്ടെ അതാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ കണ്ടത് എത്ര ഡൈവേഴ്സിറ്റിയാ. ഒരു കോടി എന്നല്ല, 33 കോടി തരത്തിലോ, അല്ലെങ്കിൽ നമുക്ക് പറയാം 63 കോടി തരത്തിലുള്ള നമ്മുടെ വേർഷിപ്പ്, നമ്മുടെ ഭഗവാനെ നമ്മൾ വിചാരിക്കുന്നത്. അതും സാധാരണക്കാരുടെ തൊട്ട് അല്ലാത്ത ആൾക്കാർ, എത്രയോ ഫോറിനേഴ്സ് ആണ് വന്നിരുന്നത്. അംബാനി മുതൽ സാധാരണക്കാർ വരെ, അങ്ങനെയാണ് ഈ മഹാമേളയിൽ വന്നവരുടെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. അതെ. പിന്നെ ഒരുപാട് സെൻസേഷണലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ നാഗ സാധു, അഘോരി, അവര് മനുഷ്യരെ തിന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ വേണ്ടാത്ത ഒരുപാട്. പക്ഷെ നമ്മൾ അവിടെ കാണുന്നത് ഒന്നുമല്ല. അവിടെ കാണുന്നത് നമ്മളുടെ ഭാരതത്തിലെ മാതിരത്തെ ഒരു ദൈവവിശ്വാസം ലോകത്തിലെങ്ങുമില്ല. വളരെ വിശ്വാസികളാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. എന്ത് മതമായാലും ഭയങ്കര വിശ്വാസികളാണ്. അപ്പൊ ആ വിശ്വാസമാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ വിശ്വാസം പലതരത്തിലായാലും അത് ഭഗവാനോടുള്ള വിശ്വാസം. ആ ഭഗവാനോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മള് നേച്ചറിനോടുള്ള വിശ്വാസമാണ്. നമ്മളുടെ വിശ്വാസത്തില് ഒരാളെയും നമ്മളൊന്നും ഇമ്പോസ് ചെയ്യില്ല. മാത്രമല്ല എല്ലാരെയും വെൽക്കം ചെയ്തു. അപ്പൊ ഈ ഫോറിനേഴ്സ്, ഞാൻ ഒരുപാട് ഫോറിനേഴ്സിനെ മീറ്റ് ചെയ്തു. കൂടുതലും ബാൽക്കൻസ് നിന്ന്, ബ്രിട്ടനിൽ നിന്നൊക്കെ വന്നത്. അവരൊക്കെ ഞാൻ മോഹൻജി എന്ന് പറഞ്ഞൊരു നമ്മളുടെ ഒരു ഗുരുജിയുടെ ആശ്രമത്തിലാണ് താമസിച്ചത്. അപ്പൊ അവിടെ രാവിലെ ആരതിയുണ്ട്, ഹോമമുണ്ട്, രുദ്രം ചാൻഡ് ചെയ്യുന്നത് സായിപ്പന്മാരാണ്. നമ്മളെക്കാട്ടിലും വളരെ ഒരു ഡിവോഷനോട് കൂടിയാണ് അവർ ചാൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ശരിക്കും ഒരു എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളെ വെൽക്കം ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനായിട്ട് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് പറയണം, ഞാൻ പ്രത്യേകം പറയണം, ഇത് ഓർഗനൈസ് ചെയ്ത് ഇന്ത്യ ഗവൺമെന്റും UP ഗവൺമെന്റും നോടും വളരെ താങ്ക്സ്. ബിക്കോസ് ഇത്രയ്ക്കും വലിയൊരു സംരംഭം അറേഞ്ച് ചെയ്യാന്ന് ചെറിയ കാര്യമല്ലല്ലോ. മാത്രമല്ല ഞങ്ങൾ കണ്ടു ടോയ്ലറ്റ്സ് ഒക്കെ, ബയോ ടോയ്ലറ്റ്സ് ആണ്. അവിടെ ഒന്നും ഒരു മണോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലവര് കണ്ടു കുറച്ച് തുണികളൊക്കെ ഈ സംഗമത്തിൽ പോയിട്ട് വെള്ളത്തിൽ മുങ്ങുമ്പോ
തുണി മാറി ആളുകൾ തുണി ഇട്ടിട്ട് വരും. അത് ചിലപ്പോ ചില സ്ഥലത്തൊക്കെ മോശമായിരുന്നു. പക്ഷെ അതല്ലാണ്ട് വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ തിക്കിലും തിരക്കിലും ഒക്കെ പോകുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിച്ചിലും മാന്തലും ഒക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിലും വേറെ സ്ഥലങ്ങളും. ഇത് ഒരു പ്രശ്നമില്ല. കൊച്ചു കുട്ടികളെ കയ്യിൽ പിടിച്ച് അമ്മൂമ്മമാരും മുത്തച്ഛന്മാരും ഇങ്ങനെ മടങ്ങി കുത്തി നടക്കണു. എല്ലാരും ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. ചില വില്ലേജസ് നിന്ന് പകുതി വില്ലേജോളം വന്ന് 30 ദിവസത്തെ കൽപ്പവാസി വ്രതം എടുത്ത് ചെയ്ത് അവർ തിരിച്ചു പോയിട്ട് മറ്റേ ബാക്കിയുള്ളവർ വരും. അതൊരു വളരെ കോഓപ്പറേറ്റീവ്, വളരെ പീസ്ഫുൾ ആയിട്ട് ആണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങൾ ഈ പുറത്തുനിന്നൊക്കെ വരുമ്പോ ആദ്യം അറിയില്ലായിരുന്നു എന്താ കുംഭമേള, കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ 94 വയസ്സായ എന്റെ അമ്മ പറഞ്ഞു, എന്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, ഞാനത് പല പ്രാവശ്യം നോക്കി, നീ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കേ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നീയാണ് ആദ്യമായിട്ട് പോയേക്കണേന്ന് എന്റെ അമ്മ പറയാ. ഇനി ഞങ്ങളൊക്കെ സാധാരണ മലയാളി കുടുംബക്കാരാണ്. അപ്പൊ ഓരോ സ്ഥലത്തും നമ്മള് 10-500 വർഷമൊക്കെ നമ്മുടെ കുടുംബം താമസിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ കുംഭമേളയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒരു ദൂരെയായിട്ടുള്ള സ്ഥലം. അപ്പൊ നമ്മുടെ മലയാളികൾ അധികം പോയിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്കൊരു വല്ലാത്തൊരു ഇത് തോന്നി, എന്നെ കുടുംബത്തിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് പോകണമെന്ന് കേൾക്കുമ്പോ തന്നെ ഒരു ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ ആ വെള്ളത്തിൽ കുളിക്കണ തന്നെ അതിനൊക്കെ ഒരു രീതി ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ നിന്നാണ് മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ഈ കുംഭമേളയുടെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾക്കും അല്ലാത്തവർക്കും ഓപ്പർച്യൂണിറ്റി ആയി മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്. അതിൽ പോയി നമ്മൾ ആദ്യം കുളിക്കുന്നത് നമുക്ക് തന്നെ, പിന്നെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഹിന്ദുക്കൾക്കും, പിന്നെ നമ്മുടെ പൂർവികന്മാർക്കും, പിന്നെ ഭഗവാനും ഗുരുവിനും, എന്നിട്ട് പിന്നെ നമ്മൾ അർഘ്യം സൂര്യദേവനെ അർപ്പിക്കുക. എല്ലാം വളരെ നേച്ചറിനെ നമ്മള് വേർഷിപ്പ് ചെയ്യാണ്. ആ ഒരു കൾച്ചർ നമ്മളുടെ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു, എല്ലാം പോയി. അപ്പൊ നമ്മൾ അത് ഒരിക്കലും വിട്ടുകളയരുത്, അല്ലെ? ഇതിനി കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇതിലൊരു വലിയ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് അവിടെ പോയിട്ട് പറഞ്ഞു, ഒരു നാഗാസാധുവിനെയും കണ്ടപ്പോ അങ്ങേര് ഒരു പൂ കൊടുത്തു, ജമന്തി പൂ കൊടുത്തിട്ട് പറഞ്ഞു കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കാൻ പറഞ്ഞു. കുറച്ച് തുറന്നപ്പോ അതൊരു രുദ്രാക്ഷം. ഓക്കെ, നമുക്ക് മാജിക് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ വിശ്വാസം എന്താ അതാ നടക്കുക. ഞാനും പോയി നാഗാസാധുസിന്റെ അടുത്ത് പോയി, അവര് വിളിച്ചിട്ട് പറയും ഞാൻ ബ്ലെസ് ചെയ്തു, അല്ലേ? ചിലവർ വരും കള്ളത്തരാണെന്നൊക്കെ പറയും. നമ്മളതൊന്നും ആലോചിച്ചില്ല. നമ്മളവിടെ പോയി അവരോട് നമ്മൾ നല്ലോണം തന്നെ റെസ്പെക്ട്ഫുള്ളി നമസ്കരിക്കുമ്പോ അവര് നമ്മളുടെ ഈ ഫെദർ വെച്ച്, ഈ മയിൽപീലി വെച്ചിട്ടാണ് കൊട്ടുക. അപ്പൊ എനിക്കത് ഓർമ്മ വന്നത്, ഞാൻ സെൻട്രൽ അമേരിക്കയിൽ പോയി, മെക്സിക്കോയിൽ പോയപ്പോ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഈ പിതൃപക്ഷ കഴിഞ്ഞ ഉടനെ അവർക്കൊരു ഇതുണ്ട്, ഈ പിതൃക്കളെ വേർഷിപ്പ് ചെയ്യുന്ന അവർക്കുണ്ട് ആൻസസ്റ്റർ. അപ്പൊ അവിടുത്തെ നേറ്റീവ് ആൾക്കാരും ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഫെദർ വെച്ച് തട്ടി ഇങ്ങനെ ശംഖ് വിളിയും ഒക്കെ ആയിട്ട്, വളരെ നമ്മളും അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ. അവരും ആകാശം നോക്കിയിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ നമ്മൾ മാത്രം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മളുടെ യങ് ആൾക്കാര് ഇത് കുറച്ചും കൂടി എന്താന്ന് അറിയണം. ഞാൻ സത്യം പറയാ, എനിക്ക് എല്ലാ മതങ്ങളോടും എനിക്ക് റെസ്പെക്റ്റ് ആണ്. പക്ഷെ അവനോന്റെ നമ്മളുടെ ഹെറിറ്റേജും ട്രഡീഷനും അറിയാതെ വേറെ തരത്തിലേക്കൊക്കെ പോയാൽ നമ്മൾ ഒരുപാട് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് നടക്കാൻ പാടില്ല. അത് നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എടുത്ത് മനസ്സിലാക്കി കളിയാക്കാതെ റെസ്പെക്റ്റോട് കൂടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കുംഭമേള, നമ്മളുടെ ഉത്സവങ്ങൾ. ഇപ്പൊ വരുന്നു ആറ്റുകാൽ പൊങ്കാല വരുന്നു. അത് മറ്റേ ഇന്റർനാഷണൽ വിമൻസ് ഡേ 8-ാം തീയതി കഴിഞ്ഞ ഉടനെയാണ്. ഏറ്റവും വലിയ വിമൻസ് ഓണറിംഗ് ആണ് ആറ്റുകാൽ പൊങ്കാല. അത് എന്തുകൊണ്ട് നമ്മൾ അത് ആലോചിക്കുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. സോ എനിവേ കുംഭമേള വളരെ ഇഷ്ടമായി. ഞങ്ങൾ പുറത്തുള്ള ഞങ്ങളൊരു 3-4 ആൾക്കാർ ഒന്നിച്ചു കൂടിയിട്ടാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. അത് സെപ്റ്റംബറിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങള് ഇപ്പൊ ഫെബ്രുവരി ആയപ്പോഴേക്കും ഒരു 100-150 ആൾക്കാരുണ്ടായിരുന്നു. അത് എല്ലാവരും വന്നു. ചിലവരൊക്കെ ലാസ്റ്റ് മിനിറ്റിലാണ് അറേഞ്ച് ചെയ്ത് വന്നത്. ഒരു പയ്യനുണ്ട്, ആ പയ്യൻ അവൻ അവിടെ ജനിച്ചു വളർന്ന, അവന് മറാഠിയാണ്. അവൻ ഇവിടെ സ്റ്റാൻഫോർഡിൽ നിന്ന് 1 കൊല്ലത്തെ ലീവ് എടുത്ത് അവൻ ഇവിടെ കോഴിക്കോട് നമ്മുടെ ചിദാനന്ദപുരി സ്വാമിജിയുടെ ആശ്രമത്തില് വേദാന്തം പഠിക്കാൻ വന്നു. എന്നിട്ട് സ്വാമിജിയുടെ ഒപ്പം അവൻ കുംഭമേളയ്ക്ക് പോയിട്ട് 30 ദിവസം അവിടെ നിന്നു. അവനൊരു സാധാരണ ടെന്റില് അവന് കിടക്കാനൊരു സ്ഥലമുണ്ട്. അവന് ഞാൻ 4 പൈസ എനിക്ക് ചിലവായില്ല, എനിക്ക് എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസസും സാധിച്ചു. ഇത് എനിക്ക് തന്നെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി.
ചെറുപ്പക്കാര് വന്ന ചേരും. കൂടുതലും നമ്മൾ റൂറൽ ചെറുപ്പക്കാരെ കണ്ടേ അവിടെ. നമ്മുടെ ഏർബൻ ചെറുപ്പക്കാരെ അധികം ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞ. അപ്പൊ ഞങ്ങളത് കമന്റ് ചെയ്തു, ഏർബൻ ആൾക്കാര് ആണ് ശരിക്കും കുറെ കൂടി വരേണ്ടത്. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോ ലോകത്തിലെ ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി കണ്ടിട്ടുള്ള ഒരു ആളാണ് താങ്കൾ. അപ്പോ അത് മാത്രമല്ല, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ തലങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. വീണ്ടും തിരിച്ച് നമ്മുടെ വേരുകൾ ഉള്ള ഒരു മണ്ണ്, നമ്മുടെ ഈ പറയുന്നത് പോലെ 5000 അപ്പുറം നീണ്ടു കിടക്കുന്ന സഞ്ചിത സുഹൃതം എന്നൊക്കെ നമ്മൾ പറയുന്ന വലിയൊരു രാഷ്ട്രഭാരത സംസ്കാരം, ആ സംസ്കാരത്തിലേക്ക് വീണ്ടും ഒരു മടങ്ങിപ്പോക്ക്, ഇത് ശരിക്കും സൂചിപ്പിക്കുന്നത് ഭാരതം വിശ്വഗുരു ആകും എന്നുള്ള നമ്മുടെ ഒരു സ്വപ്നത്തിലേക്ക് തന്നെയാണോ? അങ്ങനെ കരുതുന്നുണ്ടോ? വിശ്വഗുരു എന്നുള്ള കാര്യം ഞാൻ അധികം അതിന് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ആരഗൻസ് വരും. ഞാൻ വിശ്വഗുരുവാണ്. നമ്മൾ ആരും ആവണ്ട, നമ്മൾ എക്സാമ്പിൾ വഴി കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ എന്റെ ഇതെല്ലാം കുറെയൊക്കെ ഞാൻ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ അമേരിക്കക്കാർക്ക് ഹിന്ദുസിനെ പറ്റി വളരെ കുറച്ചേ വിവരമുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈവന്നോ അമേരിക്ക കണ്ടുപിടിച്ച് തന്നെ ഇന്ത്യയിലേക്കുള്ള വഴി അന്വേഷിച്ചു വന്നിട്ടുള്ള യൂറോപ്യൻസ് വഴിയാണ്. പക്ഷെ ഈ ഹിന്ദുസിനെ പറ്റി വളരെ കുറച്ച്. അപ്പൊ ഞാൻ ഇതെല്ലാം ഇടും. ഞാൻ നാഗ സാധുസിനെ പറ്റിയൊക്കെ ഇടും. അപ്പൊ ഞാൻ പറയും, ഇത് എന്റെ വിശ്വാസമാണ്, ഇത് എനിക്ക് എന്റെ പൂർവികന്മാര് വഴിയുള്ള വിശ്വാസമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന കുംഭമേള എന്ന് പറയുന്നത് നമ്മളുടെ ലിവിങ് മെമ്മറി എന്നൊരു ടേം ഉണ്ട്. നമ്മളുടെ ഇപ്പോഴുള്ള നമ്മളുടെ മെമ്മറിയിൽ നമ്മുടെ പാസ്റ്റിലേക്കുള്ള കണക്ഷനാണ്. എത്രയോ 1000 വർഷം പഴക്കമുള്ള ഒരു ട്രഡീഷൻ നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അത് നമ്മളുടെ ലീനിയേജ്. അപ്പൊ നമ്മളുടെ റൂട്ട്സ് എത്ര ഡീപ്പാണ് അല്ലെ? ആ റൂട്ട്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. ഞങ്ങൾ ആദ്യം അയോധ്യയിലെ പോയി. എനിക്ക് 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞാ വന്നേ. അതിലൊരു ഫ്രണ്ടിന്റെ അമ്മ ഉണ്ടായിരുന്നു, 78 വയസ്സായ. അവർക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ എല്ലാവരും ആ ബാംഗ്ലൂരിൽ നിന്നും അയോധ്യയിലെ പ്ലെയിൻ ഇറങ്ങിയപ്പോ ഞങ്ങൾ നിലം തൊട്ട് തൊഴുതു. ഇനോ അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു ശരിക്കും. ആ കാശി, അയോധ്യ, പ്രയാഗ്, അത് പറയുമ്പോൾ പോലും മാഡത്തിന്റെ സൗണ്ട് ഇടറുന്നുണ്ട്. അപ്പൊ ആ ഫീലിംഗ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും അത്രയും തോന്നും. നമ്മൾ ഈ പുണ്യഭൂമി എന്നൊക്കെ പറയുന്നത്, അത് നമുക്ക് പുണ്യഭൂമി എന്ന് നമുക്ക് ഉള്ളിൽ തോന്നിയാലേ നമുക്കത് പുറത്തേക്കും വരുള്ളൂ. അത് ഇതിഹാസ ഭൂമി കൂടിയാണ്. കാര്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 മഹാ ഇതിഹാസങ്ങളാണുള്ളത്. അതിലെ ഒരു ഇതിഹാസം നടന്ന ഭൂമിയാണ്. എത്രയോ ആൾക്കാരെ അങ്ങനെ ഞാൻ കണ്ടു നിലം തൊട്ട് തൊഴുന്നു. ആ ഗംഗയുടെ അരികത്ത് വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് ചെറിയ മണ്ണിന്റെ വിളക്ക്, പൂക്കളൊക്കെ വെച്ച് ഗംഗാദേവിക്ക് പൂജ ചെയ്യുന്നു. അല്ല, അതാണ് മാഡം നേരത്തെ പറഞ്ഞ റൂട്ട്സിലേക്കുള്ള യാത്ര എന്ന്. കാര്യം നമ്മുടെ പൂർവികർ ചെയ്തിരുന്നതും ഇതാണ്. പ്രകൃതിയെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു ജീവിത സാഹചര്യമായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ നഷ്ടമായപ്പോഴാണ് നമുക്കിവിടെ ഭൂമികുലുക്കവും ഈ പറഞ്ഞ ഉരുൾപൊട്ടലും മറ്റ് വിപത്തുകളും ഒക്കെ ഇവിടെ ഉണ്ടായി തുടങ്ങിയത്. നദിയെ പൂജിക്കുക, മണ്ണിനെ പൂജിക്കുക, അഗ്നിയെ പൂജിക്കുക, ഇതൊക്കെ നമ്മുടെ പൂർവികർ ചെയ്തിരുന്നതാണ്. അപ്പൊ അതിലേക്കൊക്കെ ഉള്ള ഒരു തിരിച്ചുപോക്കിന്റെ ഒരു എക്സാക്ട് ഒരു ഉദാഹരണം തന്നെയാണ് ഈ കുംഭമേള എന്നുള്ളത് നമുക്ക് വീണ്ടും ആവർത്തിച്ച് പറയാൻ പറ്റും. ശരിക്കും നമ്മളുടെ ഇന്ത്യയിലെ മാതിരി ഇത്രയും ബയോഡൈവേഴ്സിറ്റി വേറെ ഒരു സ്ഥലത്തും ഇല്ല. അത് കൂടുതലും നമ്മൾ നമ്മുടെ പഴയ കൾച്ചർ ഹോൾഡ് ചെയ്യുന്നതോ കൊണ്ട് മാത്രമാണ്. നമ്മൾ ഈ പുതിയ മോഡേൺ രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതെല്ലാം നശിച്ചു പോകും. ഒരു റെവറൻസ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ, ഒരു റെവറൻസ് വേണം നമ്മളുടെ നേച്ചറും മരങ്ങളോടും മലകളോടും പുഴകളോടും ഭൂമിയോടും. അപ്പൊ അവിടെ ഞാൻ കാണുന്നതും അതെ, ചെറിയ ചായക്കടയിൽ പോകുമ്പോ ആദ്യം രാവിലെ ചായ വാങ്ങിക്കുമ്പോ അയാള് ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ആ പൈസയുടെ ബാഗ് തൊട്ട് നിറയിൽ വെക്കുക. അതങ്ങനെ നമ്മളെങ്ങനെ മറന്നുപോയി ഇതെല്ലാം? നമ്മള് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ചിലർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളെല്ലാരും തൊട്ട് ഭഗവാനെ തൊഴണ്ടേ? ആദ്യം ചെയ്യുന്ന കാര്യം തന്നെ ആദ്യത്തെ എന്താ, നമ്മളിപ്പോ കമ്പ്യൂട്ടർ തുറക്കുമ്പോ നമ്മൾ തൊട്ടൊന്ന് തൊഴുക, അത് സരസ്വതിയാണ് അല്ലെ? അപ്പൊ ഇതെല്ലാമാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഒരു കാര്യം ഞങ്ങൾക്ക് പറ്റിയില്ല, തിരക്കുണ്ട്. ബിക്കോസ് രാമായണത്തിലെ ഭരദ്വാജ മുനിയുടെ ആശ്രമം ഉണ്ട് അവിടെ, നാഗാവാസുകിയുടെ അമ്പലമുണ്ട്. ഒരു വിധത്തിൽ എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു അരമണിക്കൂർ ദൂരമുള്ള ഈ ആശ്രമം അമ്പലത്തിലേക്ക് എത്തണമെങ്കിൽ 3-4 മണിക്കൂറും പിടിക്കുക ബൈക്കില്. അപ്പൊ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഒരു ദിവസം രാത്രി ഞങ്ങളൊരു 4 മൈൽ നടന്നിട്ട് ഞങ്ങളൊരു ടൂർ ഗൈഡിനെയും കണ്ടുപിടിച്ചൊരു ബൈക്ക് കൊടുത്ത് ഞങ്ങൾ ഈ അഘാറാസ് കാണാൻ പോയി. അപ്പൊ അവിടെ ഞങ്ങള് ആളുകള് ഇത് ലളിതാ സഹസ്രനാമം
ചൊല്ലണു. സന്ധ്യയല്ലേ, സന്ധ്യാസമയത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലി ഹോമം ചെയ്യുന്നു. വേറൊരു സ്ഥലത്ത് ഒരു വലിയ ടെന്റ്, ഇതൊരു വലിയ അഖാരയുടെ ഉള്ളിൽ വലിയ ടെന്റിൽ ആൾക്കാർ ഈ പായ വിരിച്ച് എല്ലാരും കിടക്കാൻ റെഡിയാവാണ്. പക്ഷെ ടിവിയിൽ കാണിക്കുന്നത് പഴയ രാമായണ സീരിയൽ. അവിടെ മുഴുവൻ ശ്രീരാമന്റെയും മറ്റേ പരമശിവന്റെയും ഭജൻസ് ആണ്. പിന്നെ മറ്റേ ഈ ഓരോ സെക്ടറിലും ഒരു ലൗഡ് സ്പീക്കേഴ്സ് വെച്ചിട്ട് രാവിലെ തുടങ്ങും. പോയി മുങ്ങിക്കഴിഞ്ഞാൽ വേഗം മാറിക്കോളൂ, വേഗം മാറിക്കോളൂ, ബാക്കിയുള്ളവർക്ക് സമയം സൗകര്യം കൊടുക്കൂ. അതുകൂടാണ്ട് അതിനിടയ്ക്ക് ഭജൻസ് തുടങ്ങും. ഭയങ്കര ലൗഡായിട്ടാണ് ഭജൻസ്. പക്ഷെ നല്ലൊരു അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. പിന്നെ അതുകൂടാണ്ട് ആളുകൾ മിസ് ചെയ്തു പോയ അവരുടെ ഇൻഫർമേഷൻ വളരെ നല്ലോണം ഓർഗനൈസ്. ഏറ്റവും വലിയ കാര്യം അവിടെ ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ. എത്രയോ ആൾക്കാര് ഓരോ സ്ഥലത്തും വന്നിട്ട് ഭക്ഷണം വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്തും കണ്ടു ഭക്ഷണം കൊടുക്കുന്നത്. നമ്മളെ ഒരുപാട് പേര് എന്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഹിന്ദുസ് ചാരിറ്റി ചെയ്യുന്നില്ല? അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ നെഞ്ചത്തൊക്കെ അടിച്ച് ഞാൻ വലിയ ചാരിറ്റി ചെയ്യുന്ന ആളാ അത് നമ്മൾ പറയൂല. പറയുന്നത് തന്നെ നമ്മളുടെ വല്ല ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അത് പോകും അല്ലേ. പക്ഷെ നമ്മുടെ അമ്പലങ്ങളിലെ അന്നദാനം, ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ അന്നദാനം, അതും അവിടെ വെൻഡേഴ്സ് വന്നിരിക്കുന്നത് എല്ലാം റിലീജിയസ് ഐറ്റംസ് ആണ് വിൽക്കുന്നത്. ഇത് രുദ്രാക്ഷം, പലതരത്തിലെ മാലകള്, ഇത് എന്താണ് ശാലിഗ്രാമിന്റെ കല്ലുകള്, ഒരുതരം തേങ്ങ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തൊരു തേങ്ങയാണ്, ഇത് നമ്മുടെ സാധാരണ തെങ്ങുമ്പേന്ന് വരുന്ന തേങ്ങയല്ലല്ലോ. അപ്പൊ ആ സ്ത്രീ പറയാ ഇത് ആഫ്രിക്കയിൽ നിന്നുള്ള സിദ്ധി തേങ്ങ എന്നാണ്. അതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് ഇത്തിരി വ്യത്യാസമാണ്. അപ്പൊ ഷേപ്പ് ഇത്തിരി വ്യത്യാസമായാലും ഉടനെ നമ്മൾ അത് ഡിവൈൻ ആക്കി അല്ലെ, കുറച്ച് ഭഗവാനാണ് അതെന്ന് വെച്ച് നമ്മൾ അതിനെ പൂജിക്കുന്നു. സോ കൊച്ചുകുട്ടികൾ പോലും പറഞ്ഞു തരാ എനിക്ക്, ഇത് സിദ്ധി നാരിയലാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിവേ ഞങ്ങൾ 2027 നാസിക്കില് കുംഭമേളയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ കുംഭമേള ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മളിത് ഡിസോൾവ് ചെയ്യുന്നില്ല, ഇത് വെച്ചുകൊണ്ടിരിക്കാം, ബിക്കോസ് നമുക്ക് അടുത്ത പരിപാടി അച്ഛനെയൊക്കെ നോക്കാം. അപ്പൊ ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് വന്നവരെല്ലാം വയസ്സന്മാരൊന്നുമല്ല, ചെറുപ്പക്കാരും ഒക്കെയാണ് വന്നത്. ചിലവര് ഫാമിലീസ് ആയിട്ട് വന്നു, അവിടെ ജനിച്ചു വളർന്ന മക്കളുമായിട്ടാണ് ആളുകൾ വന്നത്. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മുടെ മോനും മോളും ഒക്കെ എങ്ങനെയാ അത് എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷെ എല്ലാവരെയും പോസിറ്റീവ് എക്സ്പീരിയൻസ്. ഇതിന്റെ ഈ സ്പിരിച്വൽ ആസ്പെക്ട്സ് ഒന്ന് മാറ്റി നിർത്തിയാൽ എക്കണോമിക്കലി ഈ ഭാരതത്തിന്റെ ഒരു റവന്യൂ വർദ്ധിപ്പിക്കുന്നതിൽ ഇപ്പൊ GDP ഒക്കെ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എക്കണോമിക്കൽ എക്സ്പേർട്സ് ഒക്കെ ഓൾറെഡി കമന്റ് ചെയ്ത് കഴിഞ്ഞു. മാഡം ഇതൊന്ന് മാറി നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്കണോമിക്കൽ ആസ്പെക്ട് ആയിട്ട് ഇന്ത്യക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്? ഒന്നാമത് ആലോചിക്കുക, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചാണ് വരുന്നത്. കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും എല്ലാം നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ച് ബാംഗ്ലൂരിൽ അയോധ്യ, അവിടെ നിന്ന് കാർ എടുക്കുന്നു, അവിടെ ഹോട്ടലിൽ താമസിക്കുന്നു, നമ്മൾ അവിടുത്തെ അമ്പലങ്ങളിൽ എല്ലായിടത്തും പോകുന്നു. ഭഗവാന് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാം. നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞാൽ ഭഗവാന് നമ്മുടെ ഒന്നും ആവശ്യമില്ല, നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഭഗവാൻ അല്ലെ. പിന്നെ അവിടെ നാഗാ സാധുസിനെ കാണുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് തന്നെ എന്റെ 2-3 ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് പൈസ തന്നിരുന്നു. സുധാജി ഒന്ന് നാഗാ സാധുവിന് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ നാഗാ സാധു ആണെന്ന് മനസ്സിലാവും? അത് കാണുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പൊ ഞങ്ങൾ അവിടെ കൊണ്ട് അവർക്ക് കൊടുത്തു. അതുമാതിരി ഗംഗയിൽ ഇടാനായിട്ട് ഒരു കോയിൻസ് തന്നിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തു. അപ്പൊ നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും അവർ പറഞ്ഞത് എന്താണ്, ഒരാൾ 5000 രൂപയായിട്ട് ചെലവാക്കി. നമ്മൾ അതിലൊക്കെ കുറെ കൂടുതലാണ് ചെലവാക്കിയിരിക്കുന്നത്. അപ്പൊ കൊച്ചിന്ന് ഫ്ലൈറ്റ് എടുത്ത് പോകുന്നതിനും കൊച്ചിയിലേക്ക് വരുന്നതിനും അത് കൊച്ചിക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യും. ഇതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ കോയമ്പത്തൂർ സ്പെൻഡ് ചെയ്യുന്നതും കൊച്ചിയിൽ സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുള്ള എക്കണോമിക് ഇമ്പാക്ട് ഉണ്ട്, ചെറുതാണെങ്കിലും. പക്ഷെ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലും അയോധ്യ, കാശി, ഉത്തർപ്രദേശ് അല്ലെ, അയോധ്യ, കാശി, പ്രയാഗ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായേക്കണേ. പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പോയി. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വല്ലപ്പോഴേ വരുന്നുള്ളൂ, മധ്യപ്രദേശൊക്കെ കാണാൻ പോയി. അപ്പൊ ശരിക്കും നമ്മൾ ഇന്ത്യൻ ഇക്കോണമിക്ക് തന്നെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തതും, നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്നതും, നമ്മളെ TV-യില് KK മുഹമ്മദ് ജി പറഞ്ഞിരുന്നു ബട്ടേശ്വർ അമ്പലം, മിതാവലി, അവിടെയൊക്കെ പോയപ്പോ നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കൊരു സന്തോഷം തോന്നി.
അങ്ങേര് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് 200 അമ്പലങ്ങളില് 120 നന്നാക്കി എടുത്തു. സോ എനിവേ, ഞാൻ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കണോമിക് ഇമ്പാക്ട് പല രീതിയിലാണ് ഉണ്ടായേക്കണേ. എല്ലാവരും വന്നിരിക്കുന്നവരെല്ലാരും കോൺട്രിബ്യൂട്ട് ചെയ്തു. ചില ഫ്രണ്ട്സ് ആ ഒരു ഡോം സിറ്റി ഉണ്ടല്ലോ, ഒരു ഡോം, ഒരു രാത്രി ഒരാൾക്ക് 1,00,000 രൂപ. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസിന് വേണ്ടിയാ വരുന്നത്. ഓക്കെ, അത് എന്തുമാത്രം കോൺട്രിബ്യൂഷൻ ആണ് അല്ലേ? ആ പ്രയാഗിൽ തന്നെ, ഉത്തർപ്രദേശിൽ തന്നെ, അതൊക്കെ നമ്മളുടെ ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും അത് ഉപയോഗമാകും. ഈ ഒരു മേള കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ഭയങ്കര പബ്ലിസിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്, പോസിറ്റീവ് പബ്ലിസിറ്റി. പിന്നെ അതുകൂടാണ്ട് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, ഏത് തരത്തിലുള്ള മതത്തിലുള്ള ആൾക്കാരായാലും ഈ റവന്യൂ കൊണ്ട് അവർക്കും നല്ലതാണ് ഉണ്ടാവുന്നത്. സോ നമ്മളോട് പറയും, നിങ്ങൾ വീട് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ സോഫ്റ്റ്വെയർ കച്ചവടത്തിലൂടെ ഒന്നുമല്ല, നമ്മുടെ തനത് സ്പിരിച്വൽ ടൂറിസം വികസിപ്പിക്കുക എന്നതിലൂടെയാണ്. അതിൽ ഒരു വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുമുണ്ട്. കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണകാലാവധികളിലൊക്കെ കണ്ടതാണ്. ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ലോക നേതാക്കളെ എത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ, പിന്നീട് അത് വലിയ ഗൂഗിളിലൊക്കെ സെർച്ചിങ് ടാഗിൽ വരെ അത് വലിയ സ്ഥാനം പിടിച്ചു ആ സ്ഥലങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കുംഭമേളയെ അടയാളപ്പെടുത്താൻ ഈ ഒരു ഗവൺമെന്റ് വഹിച്ച പങ്ക്, അത് മാഡം ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇനി അങ്ങോട്ടുള്ള എഫേർട്ട് ഇത് എത്രത്തോളം വിജയകരമാണെന്ന് കരുതുന്നുണ്ട്? കാര്യം ഇനിയിപ്പോ അമേരിക്ക പോലുള്ള ലോകരാജ്യങ്ങളൊക്കെ ഇതിലൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. കാര്യം ഇന്ത്യക്ക് മാത്രമേ ഈ സ്പിരിച്വൽ ടൂറിസം മുതലെടുത്തുകൊണ്ട് കൃത്യമായ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. മറ്റു രാജ്യങ്ങളിൽ ഇത് തുലം കുറവാണ്. ഇപ്പൊ ഉണ്ട്, നമ്മുടെ അയൽവാസികളായ ശ്രീലങ്കയ്ക്കും മറ്റവർക്കും ഒക്കെ, ബംഗ്ലാദേശിനും ഒക്കെ ചെറിയ തോതിലുണ്ട് ഈ സ്പിരിച്വൽ ടൂറിസം. എന്നിരുന്നാൽ പോലും പൂർണ്ണമായ തോതിൽ സ്പിരിച്വൽ ടൂറിസത്തിലൂടെ മാത്രം ഒരു രാജ്യത്തിന് ആവശ്യമായ റവന്യൂ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ ലോകത്ത് സാധ്യമാവുക ഇന്ത്യക്ക് മാത്രമാണ്, ഭാരതത്തിന് മാത്രമാണ്. അതെങ്ങനെ നോക്കിയാണ്? അത് വളരെ കറക്റ്റ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാരതം മുഴുവൻ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇതിന്റെ പ്രസൻസ്. ഇപ്പൊ നമ്മൾ ശബരിമല, സത്യം പറയണെങ്കിൽ ശബരിമല ടൂറിസം ആവുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ബിക്കോസ് നമുക്ക് നമ്മളുടെ വിശ്വാസത്തിനുള്ള സ്ഥലം, അതിന് ഒരു പ്രൈവസി ആവശ്യമുണ്ട്. എല്ലാരും വെൽക്കം ആണ് അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കരുത്. പക്ഷെ ഈ സെലിബ്രേഷൻസ്, ഫെസ്റ്റിവൽസ് അങ്ങനെ ആക്കാം. നമ്മളുടെ അമ്പലത്തിലെ ഉത്സവത്തിൽ ആർക്കും വരാം അല്ലേ? ആ ഉത്സവത്തിൽ വന്ന് സാധനം വാങ്ങിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി നമ്മളതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കരുത്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് പേര് വന്നതൊക്കെ, യങ് ആൾക്കാർ വന്നത് കുറെ വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ടാ വന്നേ. ആയിക്കോട്ടെ, അത് നല്ലൊരു കാര്യമായിരുന്നു. ബിക്കോസ് അത് അങ്ങനെയാണ് നല്ല പോസിറ്റീവ് പബ്ലിസിറ്റി അല്ല, കിട്ടുക. ഒരു പരിധിവരെ ഈ കുംഭമേളയെ വൈറലാക്കിയത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും കൂടെയാണ്. ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ മുഖ്യധാര മാധ്യമങ്ങൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനകത്തെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിരുന്നു. ഇവൻ നാഗാ സന്യാസികളെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആദ്യകാലത്ത് ചെയ്തിരുന്നെങ്കിൽ, ഇന്നിപ്പോ കുറെ യങ്സ്റ്റേഴ്സ് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് തന്നെയാണ് ഇതിന് ഇത്രയും വലിയൊരു പബ്ലിസിറ്റി കിട്ടിയത്. ശരിക്കും. മാത്രമല്ല, ബ്രിട്ടീഷ് സമയത്ത് കുംഭമേളയ്ക്ക് വരുന്നവരെയും അവിടുത്തെ കച്ചവടക്കാരെയും ബ്രിട്ടീഷുകാർ ടാക്സ് ചെയ്യുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ. ഇപ്പൊ ഇവിടെ യാതൊരു ടാക്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ സത്യം പറയാം, ഞാൻ ആരെയും കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഒരു തരത്തിലുള്ള കോവേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാരും, അത് അവര് യോഗിജിയും മോദിജിയും എല്ലാരും പറഞ്ഞു എല്ലാരും വെൽക്കം ആണ്. അവര് പിന്നെ ഈ ലോകത്തിലെ ലീഡേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തു. അവര് പോലും വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചു. സോ ഈ കളിയാക്കുന്നവര് കുറെ ഉണ്ട്. പക്ഷെ അവര് കളിയാക്കിക്കോട്ടെ, ടു ബി ഫ്രാങ്ക്, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം വിദേശത്തുനിന്ന് വന്നവരാണ് ചോദിക്കുകയാണ്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും സ്ഥലത്ത് അനുഭവപ്പെട്ടോ? സത്യമായിട്ട് പറയണം. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും തരത്തിൽ അനുഭവപ്പെട്ടോ എന്ന് താങ്കൾക്ക്? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. ബിക്കോസ് എന്തറിയോ, ഞങ്ങൾ ആദ്യം കുളിക്കാൻ ഇറങ്ങിയത് ഈ താമസ സ്ഥലത്ത് സോമേശ്വർ ഘാട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ കോട്ടേജിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരെ. അവിടെ പോയിട്ടാണ് ഞങ്ങൾ കുളിച്ചത്. അത് കഴിയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ത്രിവേണി സംഘത്തിൽ പോകണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഈ പ്രത്യേക ദിവസങ്ങളുടെ സ്നാനം കഴിഞ്ഞിട്ട് ആളുകൾ തിരക്ക് കുറയുന്ന വിചാരിച്ചിട്ട് പറഞ്ഞിട്ടില്ല, കൂടുതലാണ്.
അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ മോഹൻജിയെ പോയി കണ്ട് അങ്ങേരോട് പറഞ്ഞു ഞങ്ങള് സ്നാനത്തിന് പോവുകയാണ് ത്രിവേണി സംഘം. അങ്ങേര് പറഞ്ഞു നല്ലൊരു സ്നാനാവട്ടെ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾക്ക് വേഗം ഓട്ടോ കിട്ടി. ഓട്ടോയിൽ പോയി. പക്ഷെ അത് ഒരുപാട് സ്ഥലത്തൊന്നും പോയില്ല, കുറച്ച് സ്ഥലത്തെ നിർത്തി. ഞങ്ങൾ തിരക്കിൽ കൂടി നടന്ന് കുറേ നടന്ന് ആളുകൾ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങളും നടന്നു. പിന്നെ പോലീസുകാരോട് ചോദിച്ചു എവിടേക്കാ വേണ്ടത്. അപ്പൊ ഒരു പോലീസുകാരൻ ഞങ്ങളുടെ കൂടെ വന്ന് ബോട്ടിന്റെ അടുത്ത് വന്ന് ബോട്ടിനെയൊക്കെ വിളിച്ച് ഏർപ്പെടുത്തി. ബോട്ടിൽ കയറി അവിടെ പോയിട്ട് ഒരു 3 ബോട്ട് കൂടി നടന്നിട്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മറ്റേ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും ആരും നമ്മളെ തള്ളലും ഉന്തലും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ സ്പേസിൽ നിന്ന് കുളിച്ച് അധികം സമയം എടുത്തില്ല, ഞങ്ങൾ വേഗം ഇറങ്ങുകയും ചെയ്തു, വെള്ളത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടേ ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഈ ആശ്രമം സെറ്റിങ്ങിൽ താമസിച്ചുകൊണ്ട് നല്ല ഭക്ഷണം ഒക്കെ ആയിരുന്നു. സിമ്പിൾ ആയിരുന്നു, പക്ഷെ നല്ല ഭക്ഷണം. പിന്നെ ഞങ്ങളെല്ലാവരും ഈ ആരതിയും ഹോമവും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. വൈകുന്നേരം സത്സംഗം ഉണ്ടായിരുന്നു. പിന്നെ ഈ അഘാറാസ് ഒക്കെ കാണാൻ പറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരദ്വാജ് മുനിയുടെ ആശ്രമവും കാണാൻ പറ്റിയില്ല, മറ്റേ നാഗവാസുകിയുടെയും കാണാൻ പറ്റിയില്ല. പക്ഷെ അത് കുഴപ്പമില്ല, അതിന് വേറെ എപ്പോഴെങ്കിലും പോവാം. പക്ഷെ കുംഭിന്റെ എക്സ്പീരിയൻസ് വളരെ അമേസിങ്. ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഞാനൊരു ഫോട്ടോ അയച്ചിരുന്നു. ഒരാള് വൈകുന്നേരത്തെ ആരതി, ഒരു സാധാരണ മനുഷ്യൻ ആരതി വഴിയിൽ കൊണ്ടു നടക്കുന്നു. അപ്പൊ നമുക്ക് വഴിയിൽ തന്നെ നമുക്ക് ആരതി എടുക്കാം. അത് ഞങ്ങൾ എല്ലാ കടകളിലും കൊണ്ട് ചെയ്യുന്നു. നോ, അഫ്കോഴ്സ് നമ്മൾ ദക്ഷിണ ഇടും, പക്ഷെ അയാളുടെ സംസ്കാരമാണ് അത്. വൈകുന്നേരം വിളക്ക് എത്തിക്കുക, രാവിലെ വിളക്ക് എത്തിക്കുക. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും കാണുന്നത്. അതൊക്കെ അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ രീതികൾ മറന്നു പോകരുത്. മാഡം, ഒരു അവസാനമായി ഒരു ചോദ്യം കൂടെ. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലോ, വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും വാർത്തകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തലമുറ പാടെ വഴിതെറ്റി പോകുന്ന കാഴ്ച. രാസലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ തിക്തഫലങ്ങളും നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിലുള്ളവരെ വെട്ടിക്കൊല്ലുന്നു, കൂടെ പഠിക്കുന്നവരെ ആക്രമിക്കുന്നു, സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എറിയുന്നു. അങ്ങനെ ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് ദിനവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാഡം തന്നെ നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, US നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇതിനു വേണ്ടി 1 മാസത്തെ ലീവിൽ ഇവിടെ വന്ന് പ്രവർത്തിച്ചു. ശരിക്കും വഴിതെറ്റുന്ന യുവത്വത്തെ നേർവഴിക്ക് നടത്താൻ ഇത്തരത്തിലുള്ള കാർണിവലുകൾക്ക് കഴിയില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു തരത്തിലുള്ള ഒരു പ്രാക്ടീസിങ് ആണല്ലോ. മറ്റു ഒരു വിചാരവുമില്ല. ഇവിടെ വരുന്നവർക്കെല്ലാം അവരവരുടെ വിശ്വാസത്തിൽ ഊന്നിയുള്ള പ്രാർത്ഥനകളിലും മറ്റും നിരതരാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ്, അത് ഈ മറ്റെല്ലാ ചിന്തകൾക്കും മീതെ അവരെ എത്തിക്കുന്നു പൊതുവെ പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും, ഇത്തരത്തിലുള്ള കാർണിവലുകൾ? സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആവും. പക്ഷെ അമേരിക്കയിലെ ചില സ്കൂളുകളും കൂടി യോഗ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഈ കുട്ടികൾക്ക് ഓട്ടിസം, ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം ഒക്കെ ഉള്ളപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ സയൻസ് വെച്ചിട്ടാണ് നോക്കുക. അപ്പൊ യോഗ മെഡിറ്റേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി എന്താ പറയണേ, കാമാണ് കുട്ടികൾ. അപ്പൊ ടീച്ചർമാർക്കും സ്കൂൾ ക്ലാസ് മാനേജ് ചെയ്യാം. നമ്മളെല്ലാത്തിനെയും പുച്ഛിച്ചാണ് ഇരിക്കുക. യോഗ, അവന്റെ ഒരു യോഗ അല്ലെ അവളുടെ ഒരു യോഗ. പക്ഷെ എല്ലാ സ്കൂളിലും യോഗയും മെഡിറ്റേഷനും പഠിപ്പിക്കേണ്ടതാണ്. അതും ജാതി മതമല്ല, അതിൽ സയൻസ് ആണല്ലേ. കുട്ടികൾക്ക് ഒരു ഹൈ വേണം, ഹൈ ആവണം. ഒരു മറ്റേ ഡ്രഗ് അടിച്ചിട്ടോ ആൽക്കഹോൾ എടുത്തിട്ട് ഹൈ ആവണം. ഓക്കെ, നമുക്ക് മെഡിറ്റേഷനും യോഗയും കൊണ്ട് തന്നെ ഒത്തിരി ഹൈ ആവാം. അത് ട്രൈ ചെയ്യാത്ത എന്താ? അത് ശരിക്കും അതെ, അത് ജീവിതകാലം മുഴുവനും ഒരു പോസിറ്റീവ്നെസ് ആണ് അവർ തരിക, ആ പ്രാക്ടീസ്. അതും നമ്മൾ 4 കാശ് ചാർജ് ചെയ്യുന്നില്ല. അത് നമ്മൾ ആലോചിക്കണം. ലോകത്തിലെ എല്ലായിടത്തും യോഗ, മെഡിറ്റേഷൻ, ആയുർവേദം എല്ലാം നടന്നു, നമ്മൾ 4 കാശ് ചോദിക്കുന്നില്ല. സോ എനിക്ക് തോന്നുന്നു അച്ഛനമ്മമാർക്ക് തന്നെ അറിഞ്ഞൂടാ, നമ്മളുടെ ധർമ്മം മറന്നുപോയി. നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല കേരളത്തില്. നമ്മളെ എന്താണ് മരിമക്കത്തായോ നമ്മുടെ അതെല്ലാം പൊളിച്ചു കളഞ്ഞപ്പോ നമ്മൾ തിരിച്ചൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇട്ടിട്ടില്ല. നമ്മുടെ അമ്പലങ്ങളും നമ്മുടെ കൺട്രോളിലല്ല. അമ്പലങ്ങളായിരുന്നു ഇതിന്റെ ഈ എല്ലാ ധർമ്മത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന അമ്പലങ്ങളായിരുന്നു. അമ്പലങ്ങൾക്ക് ഗുരുകുലങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടികളും ആൺകുട്ടികളും പഠിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാരെയും ഓർമ്മിപ്പിക്കും,
എല്ലാരും ഭാസ്കരാചാര്യയുടെ ലീലാവതി പുസ്തകം വാങ്ങിക്കണം. ഒത്തിരിയുള്ളൊരു പുസ്തകമാണ്. ലീലാവതി അങ്ങേരുടെ മകളായിരുന്നു. 1000 കൊല്ലം മുമ്പ് അങ്ങേര് മകളെ ആൾജിബ്ര പഠിപ്പിക്കുന്ന. നമ്മൾ അതൊന്നും സ്കൂളിൽ ഉപയോഗിക്കുന്നുമില്ല, നമ്മളുടെ വീട്ടിലില്ലതാണ്. അപ്പം നമ്മൾ ഒരുപാട് മറന്നുപോയി. ഇനി അത് നമുക്ക് റീസെർച്ച് ചെയ്യാൻ പറ്റുന്നത് ഈ ഇങ്ങനത്തെ മേളകള്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തന്നെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ ഗവൺമെന്റ് പല തരത്തിലെ റിലീജിയസ് പിലിഗ്രിമേജസിന് നമ്മുടെ കേരള ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കുംഭമേളയ്ക്ക് പോകാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുക്കുന്നില്ല? ഒരു സ്പോൺസർഷിപ്പ് ചെയ്യുക. ഇത്രയ്ക്കും ഞങ്ങള് ഇത്രയും ഒരു 1 ലക്ഷോ 2 ലക്ഷം ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം, നിങ്ങൾക്ക് ഇത്രയും ഫണ്ട് തരാം. എന്തുകൊണ്ടില്ല? ഹജ്ജിന് പോകുന്നവർക്ക് കൃത്യമായി സബ്സിഡിയും അവർക്ക് വേണ്ടുള്ള സൗകര്യവും ഇവിടെ ചെയ്യുന്നുണ്ട്. അതെ, അത് എന്തുകൊണ്ട് ഗവൺമെന്റാണ് കുംഭമേള കണ്ടില്ലെന്ന് നടിക്കുന്നത്. അതെ അതെ അതെ, അതിൽ ഒളിച്ചാരെങ്കിലും വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതിന്റെ ന്യൂസ് ഒന്നും കണ്ടില്ല. പക്ഷെ ശരിക്കും നമ്മള് ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ഈ അമേരിക്കക്കാരന് യോഗ സ്കൂളിൽ പഠിപ്പിക്കാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ടില്ല? അല്ലെ? അത് ശരിക്കും ഒരു കേരളത്തിലെ ഗവൺമെന്റ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ നേർവഴിക്കേ പോവുള്ളൂ, അല്ലേ? വഴി തെറ്റി പോവില്ല. നല്ല പോളിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു ടൂൾ കിറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് എന്റെ മകളോടും എന്റെ മരുമകളോട് അല്ല നീസ് ആൻഡ് നെഫ്യൂസിനോട് എല്ലാരും ഞാൻ പറയുന്നത് ഇതാ, നമ്മളുടെ ധർമ്മത്തിൽ ഒരു ടൂൾ കിറ്റ് ഉണ്ട്. നമുക്ക് എങ്ങനെ നമ്മളുടെ പ്രോബ്ലംസ് ഓവർകം ചെയ്യാം, നമ്മൾക്ക് എങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാം, എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് നമ്മുടെ ധർമ്മത്തിൽ. അത് നമ്മളുടെ കുട്ടികൾക്കും ഫാമിലീസിനും അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഈ വഴിതെറ്റി പോകുന്നത്. ഇത് വളരെ സങ്കടം. പക്ഷെ അടുത്ത കുംഭമേള 2027 അറ്റ്ലീസ്റ്റ് കേരളം അവിടെ ഒരു ബോർഡ് ഇടുന്നതായിരിക്കുന്നു. ഞാൻ കാശിയിൽ പോയപ്പോ കണ്ടത് തമിഴ് സംഘത്തിന്റെ വണക്കം കാശി. അവിടെ തമിഴ് സംഘം നരേന്ദ്രമോദിജി വന്നു ആ വണക്കം കാശിയുടെ പ്രോഗ്രാമിന്. പക്ഷെ തമിഴ് സംഘം മാതിരി നമസ്കാരം കാണുന്നില്ല അവിടെ. കണ്ടില്ല. ഒരു കഥകളി ഫേസോ ഒരു വെൽക്കമോ കേരളത്തിൽ വരൂ, കേരളത്തിലെ സ്പിരിച്വാലിറ്റി മാതിരി വേറൊന്നുമില്ല. ഞാനത് ലാസ്റ്റ് ആയിട്ടൊന്ന് പറയാം. എന്റെ മകള് കേരളം അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്തു ഈ അടുത്ത കാലത്ത്. എന്നിട്ട് അവള് ഒരു ടെമ്പിൾ വർക്ക്ഷോപ്പും ചെയ്തു തിരുവനന്തപുരം കന്യാകുമാരി സൈഡിൽ. അപ്പൊ അവൾക്ക് മനസ്സിലായി നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ റിച്വൽ ചെയ്യുന്നു, എന്താണ് അതിന്റെ കാര്യം, വിളക്ക് കത്തിക്കുന്നു, പൂജിക്കുന്നു, എന്താണ് അതിന്റെ കാര്യം. അപ്പൊ ഒരുപാട് കുട്ടികൾ ഇപ്പൊ വരികയാണ്, പുറത്തുനിന്നാണ് തന്നെ. എന്തുകൊണ്ടത് നമ്മളുടെ ഗവൺമെന്റ് നമ്മളുടെ കുട്ടികളെ ക്രിസ്ത്യാനി മുസ്ലിം ആരെങ്കിലും ആയിക്കോട്ടെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മനസ്സിലാക്കുക. എന്നിട്ട് ഒരു ഡ്രഗും ആൽക്കഹോളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പൊ, അല്ലേ? അതെ അതെ. എന്തായാലും കുംഭമേളയുടെ അനുഭവങ്ങൾ തത്വമയി പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ശ്രീമതി സുധാ ജഗന്നാഥന് നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. ഇത്തരം ആധ്യാത്മിക സംഗമങ്ങളാണ് നമുക്ക് എന്നും പുതിയ ഊർജം നൽകിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു ഊർജവുമായിട്ടാണ് താങ്കളും ഇനിയിപ്പോ വീണ്ടും അമേരിക്കയിലേക്ക് മടങ്ങി പോകുന്നത്. 2027 വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ. അത് ലോങ് ടേം പ്ലാനിങ് ആണ് നമ്മളിവിടെ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ താങ്ക് യു സത്വമയി ഇത് ഓപ്പർച്യൂണിറ്റിക്ക്. ശംഭോ മഹാദേവ്. ഓം നമ ശിവായ. ഓം നമ ശിവായ.